our Lord and Savior Jesus Christ. Very specifically, ഇന്ന് രാത്രിയില് ഈ മീറ്റിംഗിൽ എനിക്ക് പങ്കിടുവാൻ കർത്താവ് ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിൽ ക്ഷണിക്കുവാൻ താല്പര്യപ്പെട്ട എൻ്റെ ആന്റി അലിസ് ആന്റി, തങ്കച്ചനങ്കിൾ, അവരുടെ കുടുംബം, ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി പെർമിഷൻ തന്ന ഡോക്ടർ ഷാജി പാസ്റ്റർ, കുടുംബം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കസിനും കുടുംബമൊക്കെയും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വിശ്വസിക്കുന്നു. ടിജോ, എല്ലാവർക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷ വേലയിൽ അവർക്കും ഇതിൻ്റെ ആയിട്ടുള്ള പങ്കൊക്കെയും ഉണ്ട്. പ്രാർത്ഥിക്കുകയും വേണ്ടിയ കൈത്താങ്ങൽ സഹായങ്ങളൊക്കെയും കുടുംബം നൽകുന്നുണ്ട്. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പോകുന്ന പലയിടത്തും എന്നോട് പലരും ചോദിക്കാറുണ്ട്, സുവിശേഷ വേലയ്ക്ക് സഹായമായി പ്രാർത്ഥിക്കുവാനും സപ്പോർട്ട് ചെയ്യുന്നവർ അധികം ആൾക്കാർ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോട് പറയാറുണ്ട്, എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കസിൻസ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ സ്വന്തക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായി കർത്താവിന്റെ പേരിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 22 വർഷത്തിലധികമായി കർത്താവിന്റെ പേരിൽ ആയിരിക്കുന്നു. ഇത്രയും വർഷത്തോളം കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കർത്താവ് എനിക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദിസ് ഇസ് റിയലി എ ബ്ലെസ്ഡ് കോളിംഗ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കോളിംഗ് ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഞാൻ നന്നായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കാലം മസ്കറ്റിലുള്ള എല്ലാ ഈ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്നേഹവന്ദനം ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. ഇന്നും നാളെയും വെള്ളിയാഴ്ച രാവിലത്തെ മീറ്റിംഗിൽ പങ്കിടുവാൻ അടിയനും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമുള്ള രീതികളിൽ നമ്മളോട് സംസാരിക്കട്ടെ. ഞാൻ വെറും ഒരു ആയുധം മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ എനിക്ക് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയും എനിക്ക് ചില വിഷയങ്ങളിൽ വളരെ വ്യക്തമായ ആലോചന നൽകി തന്നു. ആലോചന നൽകി തന്നു പറയുമ്പോൾ എന്റെ ഒപ്പമായി എന്ന് പറഞ്ഞാൽ ഞാൻ ശുശ്രൂഷിക്കുവല്ല, ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷിക്കുന്നു. ഞാൻ വെറും ഒരു സ്പീക്കറായി നിൽക്കുന്നത് മാത്രമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. നാളെയും മറ്റന്നാളെ രാവിലെയും ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രം, ദൈവനാമം മഹത്വപ്പെടണം. അപ്പോൾ തന്നെ ദൈവജനത്തിനിടയിൽ ഒരു ഉണർവുണ്ടാകണം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് കർത്താവിൽ കുറെ കൂടെ വളരുവാൻ ഇടയായി തീരണം. ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഒരു വളർച്ചയാണ്, എ ഗ്രോത്ത്. വളർച്ചയില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനവും പാടുന്ന പാട്ടുകളും പ്രാർത്ഥനയൊക്കെയും വ്യർത്ഥമാണ്. ഇതൊക്കെയും ഇല്ലെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാകത്തില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പലരും ഇതുപോലത്തെ അനുഭവങ്ങളിൽ വന്നെങ്കിലും വളർച്ചയില്ലാതെ ഒരവസ്ഥയിലാണ് പലരും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, കൂടി വന്ന എല്ലാവർക്കും ആത്മീയ ഒരു വളർച്ച ഉണ്ടാകണം. ഇന്ന് രാത്രികാലം ചിന്തിക്കുവാനും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിലായിരിക്കണം നമ്മള്. നമ്മുടെ മെയിൻ ഫോക്കസ് ഇന്ന് രാത്രി അതായിരിക്കും. വരും ദിവസങ്ങളിലും അതിനോട് ചേർന്നുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. ക്രിസ്തുവിൽ വസിക്കണം. ആമേൻ. അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ഡ്വെൽ ഇൻ ക്രൈസ്റ്റ്, ലിവിങ് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ ജീവിക്കണം. അങ്ങനെയുള്ള ചില ഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയിൽ മനസ്സിൽ വരേണ്ടത്. അങ്ങനാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആർ യു കണക്റ്റഡ് ടു ഹിം? നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആണോ? ആർ യു കണക്റ്റഡ്? അബൈഡിങ് യെസ്, വസിക്കണം, യേശുവിൽ വസിക്കണം, യേശുവിൽ ആയിരിക്കണം, ദൈവത്തോടൊപ്പമായി നടക്കണം. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടോ? ആർ യു കണക്റ്റഡ്? പലരുടെയും ചിന്ത ഇതാണ്, ഞാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആണ്, ഐ എം ഓൾറെഡി കണക്റ്റഡ്. ഞാൻ ഈ കണക്റ്റഡ് അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം നമുക്കൊന്നിച്ച് ആ വിഷയങ്ങളെല്ലാം ചിന്തിക്കാം. ആദ്യമായി ഇതിനാസ്പദമാക്കി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കണം. Gospel according to John chapter 14 verses 12 to 14. യോഹന്നാൻ 14 അതിന്റെ 12, 13, 14 ഈ 3 വാക്യങ്ങൾ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്
അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. Amen. നമ്മൾ ഈ വായിച്ച ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില മെയിൻ ഭാഗങ്ങളാണ്. നമ്മൾ യേശുവിന്റെ നാമത്തിൽ ചോദിച്ചാൽ നമുക്ക് പലതും ലഭിക്കും. ആസ്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ആൻഡ് യു ഷാൽ റിസീവ്. ഈ ഭാഗമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് ലഭ്യമാകും, നമുക്കത് ലഭിക്കും. ഇനിയും ചില ഭാഗങ്ങളുണ്ട്, അതൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 16:24, മത്തായി 21:22, മത്തായി 7:7. ഈ 3 ഭാഗം, ജോൺ ചാപ്റ്റർ 16:24, മാത്യു 21:22, മാത്യു 7:7. ഈ 3 ഭാഗങ്ങളൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, എന്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകി തരും. അപ്പോൾ ഈ ഭാഗമൊക്കെ പെട്ടെന്ന് വായിച്ചിട്ട് പൊതുവെ ദൈവമക്കൾ പ്രസംഗിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും ഭാഗം ഇതാണ്. ഞാൻ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിച്ചാൽ എനിക്കത് ലഭ്യമാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചോദിച്ചാലും യേശുവിന്റെ നാമത്തിൽ ചോദിച്ചാൽ മതി, ദൈവം എനിക്ക് നൽകിയിരിക്കും. ഈ തെറ്റായ ധാരണയാണ് ഇന്ന് പലർക്കും ഒരു പ്രോസ്പെറിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ ഒരു ഉണർവ് പ്രസംഗം എന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കാനിടയായി തീർന്നത്. യേശുവിന്റെ നാമത്തിൽ ചോദിച്ചാൽ മതി, ജസ്റ്റ് എന്തും പറഞ്ഞിട്ട് അവസാനം ഇൻ ജീസസ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ഇറ്റ്, എനിക്കത് ലഭ്യമാകും, എനിക്കത് കിട്ടും. അപ്പോൾ ഇനിയും എങ്ങനെ ആയാലും കുഴപ്പമില്ല, എങ്ങനെയും പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. അവസാനമായി ഇത്രയും പറഞ്ഞാൽ മതി, യേശുവിന്റെ നാമം. അപ്പോൾ പൊതുവെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ എവിടെ പ്രാർത്ഥിച്ചാലും നമ്മൾ ഏത് സന്ദർഭത്തിൽ നിന്നാലും നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്, ഇൻ ജീസസ് നെയിം. അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടു വളർന്നതാണ്. പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടു, പാസ്റ്റർമാരും മാതാപിതാക്കന്മാരും മുതിർന്നവരൊക്കെയും പ്രാർത്ഥിച്ചു നമ്മൾ കേട്ടു. ആ കേട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നു, ഇൻ ജീസസ് നെയിം. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് ദൈവം നൽകി തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ യേശുവോട് പ്രാർത്ഥിക്കുമ്പോൾ വാട്ട് ഇസ് പ്രയർ? കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടായ്മയിൽ ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച ശേഷം നമ്മുടെ സഭയിൽ കൂടി വരുന്ന വിശ്വാസികൾ പറഞ്ഞ ഒരു കാര്യം, പാസ്റ്റർ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക് വ്യത്യാസം വന്നു. ഞാൻ പറയാൻ കാരണം, പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. പലരും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, അതിനുശേഷം ദൈവം എന്നോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, പിന്നെ ഞാൻ മിണ്ടാതിരുന്നിട്ട് ദൈവം പറയുന്നത് കേൾക്കുന്നു. വചനത്തിൽ എങ്ങും അങ്ങനെ എഴുതിയിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടില്ല. വചനം പറയുന്നത് യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. എന്നിട്ട് യേശുവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവായ ദൈവത്തോട്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധനായ ദൈവത്തെ വിളിച്ച് നമ്മൾ അങ്ങനെയാണ് ഒരു പ്രാർത്ഥന തുടങ്ങുന്നത്. ദാറ്റ് ഇസ് ഹൗ വി ബിഗിൻ പ്രയർ. ഗ്രേഷ്യസ് ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവേ, ഹല്ലോവഡ് ബി ദൈ നെയിം, നിന്റെ നാമം ഈ ഭൂമിയിലെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുന്നത്. അവസരമായി ആ പ്രാർത്ഥന തീരുമ്പോൾ ആമീൻ പറഞ്ഞ് നമ്മൾ പോകുന്നു. അവിടെ എങ്ങും മിണ്ടാതിരുന്ന് ഇനി ദൈവം എന്ത് പറയാൻ പോകുന്നു കേൾക്കണമെന്ന് അങ്ങ് എഴുതിയിട്ടില്ല. പക്ഷെ പൊതുവെ എല്ലായിടത്തും പഠിപ്പിക്കുന്ന വിഷയമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ടു വേ. ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നു, ദൈവം അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നു. ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനം, ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്ന പ്രാർത്ഥനയല്ല. നമ്മൾ അങ്ങോട്ട് പറയുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രയർ? ഇനി ചുരുക്കി പറയും, പ്രാർത്ഥന എന്താണ്? ദൈവത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നമ്മൾ പലതും ചോദിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് ചിന്തിക്കാം, എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇടയ്ക്ക് പറഞ്ഞല്ലോ, പ്രോസ്പെരിറ്റി ഗോസ്പൽ, അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങൾ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഗോഡ് ബ്ലെസ് യു, God will provide for all of your needs,
നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, നാളെ എല്ലാം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ എന്തൊക്കെയാ പറയുന്നത്? ചുരുക്കി പറയാം, പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് നല്ല ഭവനം, പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുന്നത് മക്കളുടെ വിവാഹം, പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? നല്ല ഒരു ജോലി, അപ്പോൾ തന്നെ ഒരു നല്ല സെറ്റിൽമെന്റ്, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ബാസ്കറ്റിലുള്ള ഈ കൂട്ടായ്മ ഉപവാസത്തോടും പ്രാർത്ഥനയോടും എല്ലാവരും അല്ലെങ്കിലും പലരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കാനുള്ള കാരണം എന്താണ്? ചില വർഷങ്ങൾ മുമ്പ് ഞാൻ എന്റെ മാതാവിനോട് ചോദിച്ചു, മമ്മിയോട് പലപ്പോഴും ഉപവസിക്കണം, വർഷങ്ങൾ മുമ്പത്തെ കാര്യമാണ്. എന്റെ മാതാവിനോട് ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഉപവസിക്കേണ്ടത്? വ്യക്തമായ ഒരു ഉത്തരം മമ്മി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നില്ല, എന്നാലും മമ്മിയുടെ അറിവിലുള്ള ചില ഉത്തരങ്ങൾ മമ്മി എനിക്ക് നൽകി തന്നു. കാലങ്ങൾ കഴിഞ്ഞു, ശുശ്രൂഷയിൽ ഞാൻ ഇറങ്ങി പല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഉപവാസം ആവശ്യമുണ്ട്. ഉപവാസം ആവശ്യമുണ്ട്. ഉപവാസത്തോടൊപ്പമായി എന്ത് നടക്കണം? പ്രാർത്ഥനയും നടക്കണം. പലരും ചിന്തിക്കാറുണ്ട്, ഉപവസിച്ച് ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാം, അത് ഉപവാസമല്ല, അത് വെറുതെ പട്ടിണിക്കിരിക്കുവാണെന്ന് അർത്ഥം. യു ആർ സ്റ്റേയിങ് വിത്തൗട്ട് ഫുഡ്. ഉപവാസമാണ്, പ്രാർത്ഥന നടന്നിട്ടില്ല. പ്രാർത്ഥന വൈകിട്ട് ചെയ്തു. ഇനിയും ഉപവാസവും പ്രാർത്ഥനയും രണ്ടും ഒന്നിച്ച് നടക്കുമ്പോൾ ഈ ഉപവാസവും പ്രാർത്ഥനയും എന്തിനു വേണ്ടിയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭൗതികമായ ചില ആവശ്യങ്ങൾ നേടാൻ വേണ്ടി, അല്ലേ? ഒരു നല്ല ജോലി, അല്ലെങ്കിൽ ആ ജോലി ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നല്ല പഠിത്തം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ്? നല്ല മാർക്ക് ലഭിക്കുവാൻ, മുന്നോട്ട് വരുമ്പോൾ നല്ല സ്ഥിരമായ ഒരു നല്ല കമ്പനിയിൽ ജോലി ലഭിക്കുവാൻ, പിന്നെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനോട് ബന്ധപ്പെട്ടുള്ള ഉപവാസം, അങ്ങനെയൊക്കെ. ദൈവദാസന്മാരോ ചിലവരൊക്കെ സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ അനുഗ്രഹത്തിലേക്കും പലരും ചെയ്യുന്നുണ്ടില്ലെന്നല്ല, പക്ഷെ അത് ചുരുക്കമാണ്. പൊതുവെ ഉപവാസവും പ്രാർത്ഥനയും വ്യക്തിപരമായുള്ള ഭൗതികമായ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. വചനത്തിൽ എങ്ങും ഉപവാസവും പ്രാർത്ഥനയും ഇതിനു വേണ്ടിയാകണം എന്നും എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു പാരമ്പര്യമായി, അതൊരു സ്വഭാവമായി, നമ്മുടെ രീതിയായി നമ്മൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമ്മുടെ ഇതേ സഭയിൽ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ എല്ലാ മാസവും ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെയും ദേവദാസനെ വിളിച്ചിട്ട്, പാസ്റ്ററെ എന്തിനാണ് നമ്മൾ ഈ മാസം ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ മാസം ഉപവസിച്ച് ആഗ്രഹിച്ചു, ഒക്കെ പ്രാർത്ഥിച്ചു, ഇനിയും അടുത്ത മാസം സെപ്റ്റംബർ മാസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കുമോ? ഞാൻ പറഞ്ഞതോട് ചിലപ്പോൾ ചോദിച്ചെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പക്ഷെ പൊതുവെ നമ്മൾ ചോദിക്കാറില്ല. പാസ്റ്റർ പ്രഖ്യാപിച്ചു, നമ്മൾ കൂടി വന്നു, നമ്മൾ ഉപവസിച്ചു, എന്തിനു വേണ്ടി? പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി, തീർന്നു. ഇതോടെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും തീർന്നു. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുവാനും പഠിപ്പിക്കാനും ചിന്തിക്കാനുള്ള കാരണം, കഴിഞ്ഞ 22 വർഷമായി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ദൈവമക്കൾ മലയാളികൾ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നടക്കുന്ന ഒരു പാരമ്പര്യമായ, നമ്മൾ വിട്ടുകളയാത്ത ഒരു കാര്യമാണ് ഉപവാസം പ്രാർത്ഥന. ബാക്കി എന്തിനു മാറ്റം വന്നാലും ഉപവാസവും പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റവുമില്ല. അത് നമ്മൾ പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭായോഗം പല രീതിയിൽ നമ്മൾ നടത്തും, പല രീതിയിൽ നമ്മൾ ചെയ്യും. ഒക്കെ വിവാഹ ശുശ്രൂഷകൾ, ശവസംസ്കാര ശുശ്രൂഷകൾ, ബർത്ത്ഡേ പാർട്ടി, അത് ഇത് വേണ്ട എല്ലാം നമ്മൾ അല്പസ്വല്പമൊക്കെ മാറ്റം വരുത്തും. പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ തന്നെ നമ്മൾ തുടരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ആരും ഇത് ചിന്തിച്ചിട്ടില്ല. എന്തിനായി ഉപവാസം? എന്തിനാണ് ഈ പ്രാർത്ഥന? ഞാൻ ചെയ്യുന്നതൊക്കെയും വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവദാസൻ പറയും, നമ്മൾ ഉപവസിക്കും, ആകുന്ന രീതിയിൽ ഉപവസിക്കാം, പിന്നെ പ്രാർത്ഥിക്കാം, അങ്ങനെ അങ്ങ് പോകാം. അല്ലാതെ വേറെ ചിന്തിച്ചിട്ടില്ല. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്കിതാണ് ചിന്ത വരുന്നത്. ഉപവാസവും പ്രാർത്ഥനയിൽ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും അതിന് മറുപടി ലഭിക്കുമോ? ലഭിക്കും. ഇന്ന് ഗൾഫിൽ മസ്കറ്റിലായിരിക്കുന്ന പലരും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയവരാ, അല്ലേ? പലരും ഇവിടെ ഇരിക്കുന്നവര്. എങ്ങനെയും ഗൾഫിൽ ഒന്ന് പോയാൽ മതി ദൈവമേ, എൻ്റെ ഇവിടുത്തെ ബുദ്ധിമുട്ടും എൻ്റെ ഇവിടുത്തെ കഷ്ടതയും കണ്ട് ദൈവമേ എങ്ങനെയും ഒരു ജോലി മസ്കറ്റിൽ തന്നാൽ ഞാൻ കർത്താവിന്റെ വേലൊക്കെ സഹായിക്കാം, പക്ഷെ മസ്കറ്റിലേക്ക് ഒന്ന് അയക്കണേ. അങ്ങനെ വന്നവരുണ്ടല്ലോ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം അയച്ചു. ഞാൻ ഒരു രാജ്യത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ചില പ്രാവശ്യം ഞാൻ ആ രാജ്യത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ പല മാതാപിതാക്കന്മാർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്ററെ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം?
അപ്പോൾ പൊതുവെ കേൾക്കുന്ന വിഷയമാണ്, മക്കൾ വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നില്ല, മക്കൾ സഭായോഗത്തിന് കടന്നു വരുന്നില്ല, ഞങ്ങളുടെ ചർച്ചിൽ വരാൻ താല്പര്യമില്ല, അവർ ഇംഗ്ലീഷ് ചർച്ചുകളൊക്കെ കുറച്ചൊക്കെ താല്പര്യം, അതിന് പുറകിൽ പോയി ഇരിക്കും, എന്തോ അവിടെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ മക്കളെ ഓർത്തൊന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ച് എന്റെ ഭവനത്തിൽ വന്ന ശേഷം ഞാൻ പല കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മാതാപിതാക്കന്മാർ അവരുടെയായ ബുദ്ധിമുട്ടും കഷ്ടതയും ഒക്കെ ശരിയാണ്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയും ഈ രാജ്യത്തിൽ നിന്ന് അന്യദേശത്ത് കടന്നുപോയി കഴിഞ്ഞാൽ ചില ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും. ആ ഭൗതിക നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കും, അവരുടെ ഭവനമൊക്കെ നന്നായി പണിയാൻ സാധിക്കും, അവരുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ പലവിധമായ ഭൗതികമായ കാര്യങ്ങൾ ചിന്തിച്ച് ശരിയാ, അതിന് തെറ്റൊന്നുമില്ല. അതൊക്കെയും സാധിച്ചു. സാധിക്കാതെ പോയത് എന്താണ്? ദൈവം ദാനമായി കൊടുത്ത തലമുറയെ വചനപ്രകാരം വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുന്നതല്ല. എല്ലാ വാതിലും തുറന്നു കിടക്കുമ്പോൾ അറിഞ്ഞോണം, ദൈവം എനിക്ക് വേണ്ടി തുറങ്ങിയിരിക്കുന്ന വാതിൽ ഏതാണ്. ഭൗതികമായ രീതിയിൽ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അത് ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മാത്രം പറയുവാണ്. ഇന്ത്യയിലും അങ്ങനെ സംഭവിച്ചു. ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഞാൻ കേട്ട ചില കാര്യങ്ങളാണ്. കേരളത്തിലുള്ള പല മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ ബാംഗ്ലൂരിലേക്ക് അയച്ചു. ബാംഗ്ലൂരിൽ അയക്കുമ്പോൾ അവർ ചെയ്തത് ഇതാണ്, നല്ല കോളേജ് എവിടാണ് അത് നോക്കി കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അയച്ചു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് തിരക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ പയ്യനോ ഈ പെങ്കൊച്ചോ ചർച്ചിലേ പോയിട്ടില്ല. അവിടുത്തെ ദൈവദാസൻ ആരെന്ന് ചോദിച്ചാൽ പാസ്റ്റർ സോ, പാസ്റ്റർ ദിസ്, പാസ്റ്റർ ദാറ്റ്. അല്ലാതെ ഇനി ആ പാസ്റ്ററെ വിളിച്ച് ചോദിച്ചേ ജോൺസി ആരാ? ജോൺസിയോ? ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ കാരണം? ആ ദൈവദാസനുമായിട്ട് ഈ കുഞ്ഞിന് ഒരു ബന്ധമുണ്ടായിട്ടില്ല, അവിടെ ഒരു സഭായോഗത്തിനും പോയിട്ടില്ല. പിന്നെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തു? അവർ നല്ല കോളേജ് കണ്ടെത്തി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു, അഡ്മിഷൻ എടുത്തു. പക്ഷെ എവിടെ ഉണ്ട് നല്ലൊരു കൂട്ടായ്മ, എവിടെ ഉണ്ട് നല്ലൊരു സഭായോഗം, എവിടെ ഉണ്ട് നല്ലൊരു ദൈവദാസൻ? അതാദ്യം അന്വേഷിച്ചില്ല. പൊതുവെ നമ്മുടെ ഇടയിൽ പെന്തക്കോസ്ത് ഗോളത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ആത്മീയ ഗോളം അധപ്പതിച്ചു പോയി. നമ്മുടെ ഇടയിൽ ഞാൻ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, അവരെ കുറിച്ച് പറയാൻ എനിക്ക് അധികാരമില്ല. പക്ഷെ ഞാൻ കണ്ടു വളർന്ന എന്റെ സമൂഹം, എന്റെയായ ഈ മലയാളി പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ വളരെ അധപ്പതിച്ചു പോകുന്ന എന്റെ തലമുറ എന്ന് പറഞ്ഞാൽ എന്റെയായ ജനറേഷൻ, എനിക്ക് വരുന്ന കുഞ്ഞിന്റെ ആ ജനറേഷൻ, ഇവരിൽ എത്ര പേര് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും. പണമുണ്ട്, എല്ലാവിധമായ സ്വാധീനമുണ്ട്, ബട്ട് ദേ ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഗാഡ്. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരല്ല. പക്ഷെ മനുഷ്യ ചിന്തയിൽ അവർ പാട്ടുപാടും, അവർ കൈകൊട്ടും, സാക്ഷ്യം പറയും, തയ്ത്തു കൊടുക്കും, എല്ലാം മീറ്റിങ്ങിന് പോകും. ദൈവമക്കളെ, എല്ലാം മീറ്റിങ്ങിൽ പോയത് കൊണ്ട് നമ്മൾ ഒരു ദൈവഭക്തനായിട്ടില്ല, ദൈവ പൈതലായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെയും ദൈവം തരുന്നുണ്ട്. പലതും ദൈവം തന്നു, പല ഭൗതിക നന്മകൾ ദൈവം തന്നു. അത് ദൈവം നല്ലൊരു പിതാവായതുകൊണ്ട് നമുക്ക് നൽകി തന്നു. പക്ഷെ ഈ ഒരു എന്താ പറയുന്നത്, ഒരു മാജിക്കൽ ടേം ഇൻ ജീസസ് നെയിം എന്ന് പറഞ്ഞാൽ എല്ലാം സാധ്യമാവും. നോ. ഒരു ഭവനത്തിൽ എന്നെ ശുശ്രൂഷക്കായി അവർ ക്ഷണിച്ചു. അവരുടെ ആ വീട്ടിലുള്ള ഒരു പെൺ പൈതല്, അവള് ജോലിക്കായി വിദേശത്ത് പോകുവാൻ താല്പര്യപ്പെട്ട് ഇരുന്നപ്പോഴാണ് എന്നെ ആ ഭവനത്തിൽ ശുശ്രൂഷക്കായി അവരുടെ സെൻഡ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ പല ദൈവദാസന്മാരെ ക്ഷണിച്ചു. അവര് ആ മീറ്റിംഗിൽ എനിക്കാണ് ഏതാണ്ട് അവസാനമായി സംസാരിക്കാൻ ഒരു അവസരം നൽകിയത്. എന്നിൽ മുന്നിൽ പ്രസംഗിച്ച അനേക ഒരു മൂന്ന് നല്ല ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പെൺകുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, മോള് ആ വിദേശത്ത് പോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം, അവിടെ പോയി ഒരു നല്ല കൂട്ടായ്മയൊക്കെയും തുടങ്ങണം, അല്ലെങ്കിൽ നല്ല ആത്മീയ കാര്യങ്ങളൊക്കെയും ചെയ്യണം. അവരെ ഒത്തിരി ഉത്സാഹിപ്പിച്ചു. എന്റെ അവസരം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, മക്കളെ, കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നിനക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇന്ത്യ തന്നെയാണ്. കർത്താവിന് വേല ചെയ്യണമെങ്കിൽ നിനക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം ആഫ്രിക്കയാണ്. കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയ സ്ഥലം ചൈനയാണ്. കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നിനക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അല്ല, മറ്റു രാജ്യങ്ങളിൽ നിനക്ക് പോകണമെങ്കിൽ പോകാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നീ അറിഞ്ഞിരിക്കാൻ മകളെ, ഈ പറഞ്ഞ വാക്കുകൾ ദൈവദാസന്മാർ എന്റെ മുന്നിൽ പറഞ്ഞു, ഞാൻ അവരൊക്കെയും ബഹുമാനിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് ഭൗതിക നേട്ടം മാത്രം നോക്കിക്കൊണ്ടാണ്. മോളെ, ഞാൻ നിന്നോട് പറയുന്നത് ഭൗതിക നേട്ടം കണ്ടുകൊണ്ടല്ല, ഒറ്റ കാര്യം മാത്രം. നിന്റെ പിതാവും മാതാവും കർത്താവിന്റെ വേലയിൽ അനേക വർഷങ്ങളിലായിരുന്നു. അവർ നിന്നെ പഠിപ്പിച്ചത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനാണ്. ആദ്യം
ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതാണ് നിന്നെ പഠിപ്പിച്ചത്. അങ്ങനാണെങ്കിൽ നീ കർത്താവിന് വേല ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ പറഞ്ഞ ഈ കാര്യം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കത് പ്രശ്നമല്ല. പറയേണ്ടത് പറയേ പറ്റത്തുള്ളൂ. കാരണം വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിപ്പിക്കാവൂ. എല്ലാവർക്കും ഇഷ്ടം വരത്തില്ല. വചനം പറയുന്നു അവസാന നാളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പലരും പ്രസംഗിക്കാറുള്ളൂ. പക്ഷെ എനിക്കത് താല്പര്യമില്ല. കാരണം ഒന്നറിഞ്ഞിട്ടുണ്ട്, വചനം കഴിച്ച് ചവച്ച് അരച്ച് കൂട്ടിച്ചിറക്കിയവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ വചനം വിട്ട് ഏത് വഴി പോയാലും അവസാനം അത് ശുഭമാകത്തില്ല. ആമേൻ. ആദ്യമെല്ലാം നല്ലതായിരിക്കും, പക്ഷെ അവസാനം അത് ശുഭമല്ല. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും. നമുക്കിനി ആഴമായി ആ ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ നാമത്തിൽ ചോദിച്ചാൽ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പലരും യേശുവിന്റെ അടുത്ത് കടന്നു വന്നു. അവരൊക്കെയും വന്നത് സൗഖ്യത്തിന് വേണ്ടിയാണ്. അവരൊക്കെയും വന്നപ്പോൾ യേശു അവരെ കണ്ടിട്ട് അവർക്ക് സൗഖ്യം നൽകി. പക്ഷെ ആ ഭാഗങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, അവർക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. They had faith. അവർക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കുഷ്ഠരോഗക്കാരൻ വന്നു, പിന്നെ ഒരു ശതാധിപൻ വന്നു. ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ ആദ്യം എടുത്തു പറഞ്ഞത് യേശുവിനുള്ള വിശ്വാസമാണ് പല രീതിയിൽ അവർ അവതരിപ്പിച്ചത്. 12 വർഷം ബ്ലീഡിങ് കിടന്ന സ്ത്രീ, പുള്ളിക്കാരത്തി യേശുവിന്റെ ആ വസ്ത്രം തൊട്ടു. വിശ്വാസമാണ് അവിടെ കണ്ടത്. ഇവരെല്ലാവരും യേശുവിൽ വിശ്വസിച്ചാണ് വന്നത്. പക്ഷെ യേശുവിൽ വിശ്വസിക്കാനുള്ള കാരണം, അവർക്ക് ലഭിച്ച സമയം മുഴുവനും പലയിടത്തും അവർ പോയി. പല ഡോക്ടർമാരെ കണ്ടു, പല ജ്ഞാനികളെ കണ്ടു, പല ടീച്ചേഴ്സിനെ കണ്ടു, അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, സജഷൻസ് ഒക്കെ വാങ്ങി, ട്രീറ്റ്മെന്റ് ഒക്കെ നേടി. എങ്ങും ഫലമുണ്ടായിട്ടില്ല. അവസാനമാണ് യേശു. അതുകൊണ്ടാണ് അവർക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റാതെ വന്നു. ഇത് യേശു ആണെങ്കിൽ യേശു ആയിക്കോട്ടെ. പക്ഷെ തുടക്കം എന്തായിരുന്നു? യേശുവിൽ വിശ്വാസം. ആ വിശ്വാസം കണ്ടിട്ടാണ് യേശു പലരെയും സൗഖ്യമാക്കി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചിന്തിച്ച് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയാം. ഇതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യ തുടക്കം. ഒരു ചെറിയ വിശ്വാസം. വചനം മുഴുവൻ അറിയത്തില്ല. ബൈബിളിലെ 66 പുസ്തകം ഒന്നും കാണാപ്പാടം പഠിച്ചിട്ടൊന്നുമില്ല. എല്ലാം യേശു ആരാണെന്നൊക്കെ ചോദിച്ചാൽ, ഒരുത്തൻ 38 വർഷം ബെഥെസ്ദ കുളത്തിന്റെ അരികെ കിടന്നു, അല്ലെ? അവനെ സൗഖ്യമാക്കി. അവൻ ആലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പരീക്ഷന്മാർ ചോദിച്ചു, നിന്നെ ആരാ സൗഖ്യമാക്കിയത്? അവൻ എന്താ പറഞ്ഞത്? എനിക്കറിയത്തില്ല ആരാ സൗഖ്യമാക്കിയത്. പക്ഷെ സൗഖ്യമാക്കിയ വ്യക്തി പറഞ്ഞു, നീ നിന്റെ കിടക്കെഴുതി നടക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം അറിയത്തില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ ഇവർക്ക് അറിയാം. അപ്പോൾ അതാണ് വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം. ചോദിക്കുമ്പോൾ ആദ്യമായി യേശുവിന്റെ അടുത്ത് വന്ന് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആ അല്പവിശ്വാസം മതി, കുഴപ്പമില്ല. തുടക്കം, ദാറ്റ് ഇസ് ദ ബിഗിനിങ്. പക്ഷേ ഇതിന് ശേഷം എപ്പോഴും ഇങ്ങനെ ആകരുത്. അത് ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ജീസസ്. ആദ്യത്തെ എൻകൗണ്ടർ. ആദ്യമായി യേശുവിന്റെ അടുത്ത് വന്നു, ആദ്യമായി ഒന്ന് പ്രാർത്ഥിച്ചു, യേശുവിനെ ഒന്ന് കണ്ടു, യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്, രക്ഷിതാവാണ്, എന്റെ ദൈവമാണെന്നൊക്കെ മനസ്സിലാക്കി. ആദ്യം ആ സാൽവേഷൻ, അതാണ് നമ്മൾ തുടക്കം. ബോൺ അഗെയിൻ, അതിന്റെ ആദ്യത്തെ തുടക്കമാണ്. പക്ഷെ ഇതിന്റെ ശേഷം ഇനി എന്താ സംഭവിക്കേണ്ടത്? യേശുവിലായി തീരണം. നമ്മൾ യേശുവിൽ വസിക്കണം. വി ഷുഡ് അബൈഡ് ഇൻ ക്രൈസ്റ്റ്. വന്ന് കണ്ടുമുട്ടിയിട്ട് ടാറ്റാ ബാബായി പറഞ്ഞിട്ട് പോകാനല്ല. യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം അതിനുശേഷം യേശുവിനൊപ്പമായി നടക്കണം. വാക്ക് വിത്ത് ജീസസ്. നമ്മൾ ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഞാൻ പലപ്പോഴും തല ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാക്കി എന്റെ മുടിയൊക്കെ പോയത്. ഈ എങ്ങനെ ദൈവത്തോട് നടക്കാൻ സാധിക്കുന്നത്? തന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും 300 വർഷം, 1-2 മിനിറ്റ് അല്ല, 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അവസാനം ദൈവം വിചാരിച്ചു, ഇവൻ എന്റെ കൂടെ നടക്കുവല്ല, ഇത് എന്റെ കൂടെ അങ്ങ് താമസിച്ചോട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തോട് കൂടെ നടക്കുക. ബി വിത്ത് ജീസസ്. ദൈവത്തോട് ഒന്നായി തീരുവാണ്. ആമേൻ. ഉദാഹരണങ്ങൾ പലതും വചനത്തിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ 2 ശരീരമാണെങ്കിലും അവർ വിവാഹത്തിന് ശേഷം ഒന്നായി തീരുന്നു എന്ന് പറഞ്ഞു. ഈ ഒന്നെന്താ? ആത്മാവിൽ, മനസ്സിൽ, ചിന്തയിൽ, സ്വപ്നത്തിൽ, ദർശനത്തിൽ, പ്രാർത്ഥനയിൽ, എല്ലാ കാര്യത്തിലും അവർ ഒന്നാണ്. 2 ശരീരമാണെങ്കിലും മനസ്സൊന്നായിത്തീരുന്നു. ഇന്ന് പറഞ്ഞതുപോലെ അതിനേക്കാളും ശ്രേഷ്ഠമായാണ് നമ്മൾ യേശുവിനോട് ഒന്നായിത്തീരുന്നത്. യേശു പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചത്, ഫാദർ ഗോഡ്, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവർ ഒന്നായി തീരട്ടെ. ആമേൻ.
ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് വസിക്കുന്നവരായി തീരണം, ദൈവത്തോടൊപ്പമായി തീരണം. ഇങ്ങനെയും അങ്ങനെ ദൈവത്തോട് വസിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കും, അദ്ദേഹത്തിന്റെ ജീവിതശൈലി എങ്ങനെ ആയിരിക്കും, അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവസ്ഥ എങ്ങനെ ആയിരിക്കും? ഇനിയും ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 12. യോഹന്നാൻ 14:12 വാക്യം മാത്രം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. താങ്ക് യു. ആമേൻ ആമേൻ. വെരിലി വെരിലി, മോസ്റ്റ് അഷ്യൂർഡ്ലി, ഞാൻ വ്യക്തമാക്കി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഈ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ യേശു ആരോടാ പറയുന്നത്? ജാതികളോടല്ല, തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോടാണ് യേശു കാര്യം പഠിപ്പിക്കുന്നത്. ആമേൻ. കൂടെ നടക്കുന്നവരോടാണ് യേശു പറയുന്നത്, നീ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണ ആ ശതാധിപൻ വന്ന് വിശ്വസിക്കുന്ന പോലെയല്ല, ആ രക്തസ്രാവ സ്ത്രീ വിശ്വസിച്ച പോലെയല്ല, 38 വർഷം ആ കൊലക്കരയിൽ കിടന്ന വ്യക്തിയെ പോലെ അല്ല. ഇത് തന്റെ ശിഷ്യന്മാരോടാ, യേശുവിനോട് കൂടെ നടക്കുന്നതോടെ യേശു പറഞ്ഞത്, യു ആർ വാക്കിംഗ് വിത്ത് മീ അല്ലേ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നിലായി തീരണം. കംപ്ലീറ്റ് ആയിട്ട്, മുഴുവനായിട്ട് നിങ്ങൾ എന്നിലായി തീരണം. നിങ്ങൾ എന്നിലായി തീരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ആമേൻ എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകി തരും. നമ്മൾ യേശുവിലായി തീരുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലായി തീരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഞാൻ വ്യക്തമാക്കി തരാം. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ചോദിച്ചത്, മോശ ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? എനിക്ക് നിന്റെ ഒന്ന് കണ്ടാൽ അല്ലെ, ഒന്ന് അല്പം, ഇച്ചിരി, സ്വല്പമെങ്കിലും, ലിറ്റിൽ, ഇഫ് ഐ കുഡ് സീ എ ലിറ്റിൽ ബിറ്റ് ഓഫ് യു. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? ആമേൻ. വൺ തിങ് ഐ ആസ്ക് ഓഫ് യു, ഒരു കാര്യം മാത്രം ഞാൻ ആവശ്യപ്പെടുന്നു. എന്താണ്? നിന്റെ തിരുമുഖം ഒന്ന് കാണുവാൻ, നിന്റെ മനോഹരത്വം ഒന്ന് കാണുവാൻ. ആമേൻ. ഞാൻ പറയുന്നത് ദൈവമക്കളെ, നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആവശ്യപ്പെടേണ്ടത് അങ്ങനാണ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. ഒരു ഭക്തൻ ഇങ്ങനെയാണല്ലോ പാടിയത്, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഈയത്തിലെ മായ സുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഈയത്തിലെ മായ സുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിതാം നഗരം അതിൽ, പരൻ ശില്പിയായി പണിതാം നഗരം അതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഈയത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഈഗത്തിലെ മായ സുഖങ്ങൾ ഈ ലോകത്തിലുണ്ട്, പക്ഷെ അത് മായ സുഖങ്ങളാണ്. എനിക്കത് വേണ്ട. എന്റെ പ്രാർത്ഥന ഒന്ന് മാത്രം, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. ദൈവത്തോട് കൂടെ നടക്കുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നവർ ദൈവത്തിന്റെ ഹൃദയം, ഹാർട്ട് ബീറ്റ് അവർക്കറിയാം. പണ്ട് ഒരു ദൈവദാസൻ വില്യം ബൂത്ത്, സാൽവേഷൻ ആർമി എന്നറിയപ്പെടുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ലോർഡ് ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് ദോസ് തിങ്സ് ദാറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം ഏത് വിഷയത്തിൽ തകരുന്നോ അതേ വിഷയത്തിൽ എന്റെ ഹൃദയവും തകരട്ടെ. ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമക്കളെ. അല്ല നമ്മളെ പോലെ കാറ് വേണം, വണ്ടി വേണം, വാഹനം വേണം, വലിയ വീട് വേണം, പണം വേണം, മക്കളുടെ വിവാഹം, മക്കളുടെ പഠിപ്പീര്, എന്റെ സുഖം, എന്റെ സൗര്യം, എന്റെ ആരോഗ്യം അല്ല. അങ്ങനെയല്ല ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന. അങ്ങനെയല്ല അവരുടെ പ്രാർത്ഥന. അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുന്നവരുടെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഹല്ലേലൂയ. യു കാൻ ആസ്ക് ഗോഡ്. ദൈവത്തോട് ചോദിക്കാം, പക്ഷെ ചോദിക്കുന്നത് എന്തായിരിക്കണം? ദൈവം സന്തോഷിക്കുന്ന വിഷയങ്ങളായിരിക്കണം. ആൻഡ് മൈ ഗോഡ് ഷാൽ ഫുൾഫിൽ ഓൾ യുവർ ഡിസയേഴ്സ്. നിന്റെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിച്ചു തരും എന്ന് വചനമാ പറയുന്നത്. പക്ഷെ ഇത് ഏത് ആഗ്രഹമായിരിക്കണം? ദൈവത്തോട് കൂടെ നടക്കുന്നവന്റെ വ്യക്തിയുടെ ആഗ്രഹം, ഹല്ലേലൂയ, അത് വ്യത്യസ്തമാണ്. ലോകപരമായുള്ള ചിന്തകളല്ല, ലോകപരമായുള്ള ആവശ്യങ്ങളല്ല. They only want one thing. They want God.
അവർക്ക് ദൈവത്തെയാ വേണ്ടിയത്, വേറെ ഒന്നുമല്ല. ദൈവം, ദൈവം, അവർക്ക് ദൈവം. അവർ ജോലിക്ക് പോകുമ്പോഴും, അവർ വണ്ടി ഓടിക്കുമ്പോഴും, ഭവനത്തിലായിരിക്കുമ്പോഴും, കുടുംബത്തോട് സംസാരിക്കുമ്പോൾ, സഭയോഗം എവിടെ പോയാലും ഒന്ന് മാത്രം, ഐ വാണ്ട് ഗാഡ്. എനിക്ക് ദൈവം, എനിക്ക് ദൈവം, എനിക്ക് ദൈവം. ആമേൻ, ഹല്ലേലൂയ. യോസേപ്പിനോട് ചോദിക്കാം. പോത്തിഫറിന്റെ ഭാര്യ യോസേപ്പിനെ പാപം ചെയ്യാൻ പ്രേരിച്ചപ്പോൾ യോസേപ്പ് ഇങ്ങനെ പറഞ്ഞത്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ജോലി സ്ഥലത്തും അനുഭവപ്പെടുന്നത് ദൈവഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തോട് കൂടെ നടക്കുന്നവർ, അവർ ഏത് സ്ഥലത്തായാലും, ജോലി സ്ഥലത്തായാലും, ഭവനത്തിലായാലും, വാഹനത്തായാലും അവർ ദൈവസാന്നിധ്യം അനുഭവപ്പെടും. കാരണം അവർ ആവശ്യപ്പെടുന്നത് അതാണ്. ഐ വാണ്ട് ഗാഡ്. ദൈവമല്ലാതെ അവർക്കൊന്നുമില്ല. ഹല്ലേലൂയ. എനിക്കെന്റെ യേശുവിനെ കണ്ടാ മതി. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജോൺ ചാപ്റ്റർ 15, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഒരു മുന്തിരിവള്ളിയെ കുറിച്ച് അവിടെ യേശു പറയുന്നു. ജോൺ ചാപ്റ്റർ 15 നമുക്ക് വായിക്കാൻ സമയമില്ല. ജോൺ ചാപ്റ്റർ 15 അവിടെ എഴുതിയിരിക്കുന്നത് മുന്തിരിവള്ളിയെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? ബ്രാഞ്ചസ്. യേശു ആരാണ്? ദ മെയിൻ വൈൻ. ആ മെയിൻ മുന്തിരിയാണ്. ഹല്ലേലൂയ. ആ മുന്തിരിയുടെ മരത്തോട് ചേർന്നിരിക്കുന്ന ബ്രാഞ്ചസ് ആണ് നമ്മള്. ഹല്ലേലൂയ. അപ്പോൾ ഈ മുന്തിരി, ഈ വലിയ മരത്തോട് ഈ മുന്തിരിയുടെ ബ്രാഞ്ചസ് ചേർന്നിരിക്കുമ്പോൾ ഈ വേരിൽ നിന്ന് വരുന്ന എല്ലാ ആഹാരവും ഈ വൃക്ഷത്തിൽ കൂടെ ഈ ബ്രാഞ്ചസിലും എത്തും. ആമേൻ. ഈ ബ്രാഞ്ചസിൽ വന്ന ശേഷം ഈ ബ്രാഞ്ചസിൽ കൂടാണ് ഫലം ഉണ്ടാകുന്നത്. മുന്തിരി ഉണ്ടാകുന്നത് ഈ ബ്രാഞ്ചസിലാണ്. ഹല്ലേലൂയ. അപ്പം ഈ ഫലം ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ ബ്രാഞ്ച് ഈ മെയിൻ ട്രീയുമായിട്ട് കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. അങ്ങനെ കണക്റ്റഡ് ആയിരിക്കെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ സാധിക്കത്തില്ല. പൗലോസ് റോമാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ, റോമൻസ് ചാപ്റ്റർ 11, റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 24, ചാപ്റ്റർ 11 verse 16 to 24 വായിക്കാൻ സമയമില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കണം. റോമൻസ് ചാപ്റ്റർ 11 verse 16 to 24 അവിടെ എഴുതിയിരിക്കുന്നത് ഒലീവ് മരത്തെ കുറിച്ച്. അല്ലെങ്കിൽ കാട്ടൊലിവ് മരവും പിന്നെ കൾട്ടിവേറ്റ് ചെയ്ത ഒരു ഒലിവ് മരവും. ഈ കൾട്ടിവേറ്റ് ചെയ്ത ഒരു മരം ഏതാ? ഇസ്രായേൽ മക്കള് കൾട്ടിവേറ്റ് ചെയ്തതാണ്. ദൈവം അവരെ വളർത്തിക്കൊണ്ടുവന്നാണ്. കാട്ടൊലിവ് മരം ആരാണ്? ജാതികളായ നമ്മളാണ്. ആമേൻ. ഈ ദൈവം വളർത്തിക്കൊണ്ടുവന്ന ഈ ഒലിവ് മരം ഫലം കായ്ക്കാതിരുന്നപ്പോൾ ചില ശിഖരങ്ങൾ കർത്താവ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് കാട്ട് ഒലിവായി നമ്മളെ അതിന്റെ ഒരു ശിഖരം വെട്ടിയിട്ട് നമ്മള് നല്ല ഒലിവിനോട് ദൈവം ചേർത്ത് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തു. എന്താണ്? ഈ നല്ല മരം നിമിത്തം നമ്മളിൽ കൂടെ നല്ല ഫലം ഉണ്ടാകുവാൻ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തോട് ചേർന്നതല്ല, ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തതാണ്. ഹല്ലേലൂയ. God connected us. ദൈവത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ പ്രവർത്തനം നിമിത്തം, യേശുവിന്റെ മിനിസ്ട്രി നിമിത്തം, യേശു ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് നമുക്ക് ലഭിച്ച എന്താണ്? ദൈവത്തോടുള്ള കണക്ഷൻ. നമ്മൾ ദൈവത്തോട് കണക്റ്റഡായി നിൽക്കുന്നു. നമ്മൾ ദൈവത്തോട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എല്ലാവിധമായ അനുഗ്രഹം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കേണ്ട കാരണം എന്താണ്? Why we should remain connected? Why should we remain connected? നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന കാരണം എന്താണ്? ഞാൻ ആദ്യമായി ചോദ്യം, ആർ യു കണക്റ്റഡ്? നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ് ആണോ? എന്തിനായി കണക്ഷൻ? ആദ്യം ഞാൻ പറയാം. ഈ കണക്ഷൻ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ ആവശ്യപ്പെടുവാൻ, നല്ല കാര്യങ്ങൾ ചോദിക്കുവാൻ, ആത്മീയ കാര്യങ്ങൾ ചോദിക്കാൻ. ആത്മീയ കാര്യങ്ങൾ ചോദിക്കുന്നത് ആരാണ്? ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നവർ മാത്രമേ ദൈവികാര്യം ചോദിക്കത്തുള്ളൂ. ദൈവമായിട്ട് കണക്റ്റഡ് അല്ലാത്തവർ അവരുടെ പ്രാർത്ഥന കേട്ടറിയാം, ഇവനും ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ചുമ്മാ പോവുക, വണ്ടി ഓടുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. there is no connection. അപ്പോൾ ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തി ചോദിക്കുന്നത് ദൈവിക കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ ജീവനോടിരിക്കാൻ, അല്ലെ? ഐ ഹാവ് ടു റിമെയിൻ അലൈവ്. ഞാൻ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഞാൻ മരിച്ചു പോകും, ചത്തുപോകും, എനിക്ക് ജീവിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ജീവനോടിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണം, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അംബ്ലിക്കൽ കോഡാണ് ആ കുഞ്ഞിനെയും അമ്മയും കണക്ട് ചെയ്യുന്നത്. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അമ്മ കഴിക്കുന്ന ആഹാരം കുഞ്ഞിനും ലഭിക്കും. ഈ കുഞ്ഞ് അമ്മയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ കുഞ്ഞിൽ ജീവനോടിരിക്കും.
ആമേൻ. ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്, നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. ആ ചാർജ് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പോയി കുത്തിവെക്കും അല്ലേ? നമ്മൾ പലപ്പോഴും ചാർജ് ആയിട്ട് ഓടി നടക്കും. ഒരു വർഷം തീരാറാകുമ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് ചാർജ് ഒക്കെ ഇല്ലായിരുന്നു. ആദ്യം ജനുവരി മാസം കഴിയുമ്പോഴത്തേക്ക് ചാർജ് എല്ലാം പോയി. തുള്ളി ചാടി ആരാധിച്ച് പലതൊക്കെ പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്ത് ജനുവരി 31 ആയപ്പോൾ ചാർജ് എല്ലാം പോയി. അടുത്ത 11 മാസം ചുമ്മാ ഓടുക, പക്ഷെ ചാർജ് ഇല്ല. ദൈവമക്കളെ, ഇടയ്ക്കിടയ്ക്ക് കണക്ട് ആയിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ റീചാർജ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ദൈവമായിട്ട് കണക്ട് ആയിരിക്കുമ്പോൾ നമ്മൾ റീചാർജ് ആയിക്കൊണ്ടിരിക്കും. ആമേൻ. ഏറ്റവും അവസാനമായി, നമ്മൾ ദൈവമായിട്ട് കണക്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവമായിട്ട് കണക്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. നമ്മൾ ദൈവമായിട്ട് കണക്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് കണക്ട് ആയിരിക്കുമ്പോൾ, യേശുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ജീവനോടിരിക്കും. മൂന്നാമതായി, നമ്മൾ എപ്പോഴും കണക്ട് ആയിരിക്കുവാണെങ്കിൽ നമുക്കുള്ളിൽ ചാർജ് ഉണ്ടായിരിക്കും. നാലാമതായി, നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആമേൻ. ആർ യു കണക്റ്റഡ് ടു ജീസസ്? ചുമ്മാ എന്തെങ്കിലും ചോദിക്കുവല്ല. കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തി അദ്ദേഹം എപ്പോഴും തന്നെ കണ്ടാൽ തന്നെ അറിയാം. ആമേൻ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. എന്റെ സമയം കഴിഞ്ഞു. ഞാൻ ഒരു 4-5 മിനിറ്റ് എക്സ്ട്രാ എടുത്തു, എന്നെ ക്ഷമിക്കണം. ആമേൻ. നാളെ രാത്രി ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും വചനം ശ്രദ്ധിക്കാം. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാനാണ്, ആർ യു കണക്റ്റഡ് ടു ജീസസ്? Amen. സമയം ദൈവദാസനും സഭയോട് നന്ദി പറയുന്നു. May God richly bless you.